നോമിനേഷന് ശേഷം തിരഞ്ഞെടുപ്പിലേക്ക് കേവലം 10-16 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അതിനും ഒരു 6 ദിവസം ഞാൻ അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ പിന്നെ ഒരു 10 ദിവസം മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പ് ദിനം വരെ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഒരു പരാതിയും കൊടുക്കാൻ പറ്റാത്ത, പരാതി കൊടുത്താൽ പോലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് BJPക്കാർ ഇത്തരം കൃത്രിമങ്ങൾ നടത്തുന്നത് എന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും BJP വക്താക്കൾ ചർച്ച പറയും 45 ദിവസം പരാതി കൊടുക്കേണ്ടത്. ഏത് 45 ദിവസം? 45 ദിവസം ഒന്ന് പ്രൂവ് ചെയ്യാമോ? അത് ഇലക്ഷൻ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അടുത്ത പരാതി കൊടുക്കാനുള്ളതാണ് ഈ 45 ദിവസം. നിങ്ങൾ അതിനെയല്ല ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾ നോമിനേഷൻ ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന അവസാന സാധ്യത ഉപയോഗിച്ച് കരട് വോട്ടർ പട്ടികയിൽ ഒരിക്കലും ഇല്ലാത്ത ആളുകളെ കൂട്ടിച്ചേർത്തും കരട് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ഡിലീറ്റ് ചെയ്തും അവസാന ഘട്ടത്തിൽ കൃത്രിമം നടത്താനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അതിനെ നിങ്ങൾ ഒരിക്കലും മറുപടി പോലും പറയുന്നില്ല. അതാണ് രാഹുൽ ഗാന്ധി കൃത്യമായി എടുത്തു കാട്ടിയത്. ഇവിടെ മഹാദേവപുരം ഉൾപ്പെടെയുള്ളിടത്ത് ഞങ്ങളത് നേരത്തെ ഡിജിറ്റൽ വോട്ടർ പട്ടികയുടെ കാര്യം പറഞ്ഞു. ഡിജിറ്റൽ വോട്ടർ പട്ടിക എന്നത് എങ്ങനെയുള്ള ഡിജിറ്റൽ വോട്ടർ പട്ടികയാണ് വേണ്ടത്? കേവലം പേര് തെളിയുന്നതല്ല. നമുക്കൊരു ഫിസിക്കൽ ഫോമിൽ ലഭിക്കുന്നത് പോലെ ഡിജിറ്റലായി ഫോട്ടോയും മറ്റെല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു വോട്ടർ പട്ടികയുടെ ഫോർമാറ്റിൽ തന്നെയുള്ള ഡിജിറ്റൽ വോട്ടർ പട്ടികയാണ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കൃത്രിമം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഇലക്ഷൻ കമ്മീഷൻ ഡിലേ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് തെറ്റിദ്ധാരണ പരത്തരുത്. ശ്രീ ഷാബു പ്രസാദ്, നിങ്ങൾ ഈ പറയുന്നതല്ല ഡിജിറ്റൽ വോട്ടർ പട്ടിക. ഫിസിക്കൽ ഫോമായി ലഭിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ലഭിക്കുന്ന വോട്ടർ പട്ടികയാണ് ഡിജിറ്റലായി ലഭിക്കേണ്ടത്. അത് നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, കൊടുക്കാൻ പറ്റുന്നില്ലെന്നാണ്. എന്നിട്ട് നിങ്ങളിവിടെ എന്ന് പറഞ്ഞത് കിട്ടുമെന്ന് പറയുന്നു. ഇത് ആരെയാണ് ഇത് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തെറ്റായ വാദഗതിയിൽ ഉയർത്തിയതിനെ ഞാൻ എതിർക്കുന്നു. അതല്ല ഇവിടെ ഉയർന്നു വന്ന കാര്യങ്ങൾ. ശരിയാണ്, കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രം. ഇപ്പോൾ കർണാടകത്തിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിന് കൂട്ടുനിന്ന ആളുകൾ, DLA-മാരുൾപ്പെടെ, ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ, ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ ഉൾപ്പെടെ, ഇത്തരം കൃത്രിമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളെ ഉൾപ്പെടെ പ്രതി ചേർത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ശുദ്ധീകരണ പ്രോസസ്സാണ് നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വോട്ടവകാശം എന്നത് തലമുറകൾ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ സമരം നടത്തി നേടിയെടുത്ത ഒന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ആവശ്യമായിരുന്നു യൂണിവേഴ്സൽ സഫറേജ്, എല്ലാവർക്കും വോട്ടവകാശമുള്ള കാര്യം. ഇന്ത്യൻ ഭരണഘടന നിലവിലുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരത്തിലൂടെ നേടിയെടുത്ത വോട്ടവകാശം, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വോട്ടവകാശത്തെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കവർന്നെടുത്തുകൊണ്ട്, ഇപ്പം തന്നെ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജി കണ്ടില്ലേ, സുപ്രീം കോടതി ജസ്റ്റിസ് BV നാഗരത്നം എതിർത്തിട്ടുണ്ട്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ജഡ്ജായിരുന്ന ആളെ മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചീഫ് ജസ്റ്റിസാക്കി, അവിടുത്തെ ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാമെന്ന് വരുത്തി അവിടെ നിന്നും സുപ്രീം കോടതി ജഡ്ജാക്കി ഭാവിയിലെ ചീഫ് ജസ്റ്റിസ് ആക്കാനുള്ള മൂവ്മെൻറ്റ് വരെ നടക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. BJP വക്താവായിരുന്ന ആരതി സാത്തെ മഹാരാഷ്ട്രയിൽ ഹൈക്കോടതി ജഡ്ജാവുന്നു സമീപകാലത്ത്. അപ്പോൾ ഇന്ത്യൻ ജസ്റ്റിസ് നാഗരത്നെ പോലുള്ള ആളുകൾ ഇന്നത്തെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനത്തെ സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വലിയ ഇന്ദിരാ ജയസിംഗിനെ പോലുള്ള പ്രമുഖരായ അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ജഡ്ജിമാരെ തിരക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ നിയന്ത്രണത്തിലാക്കി, ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രണത്തിലാക്കി, വോട്ടർ പട്ടികയുടെ സുതാര്യത ഇല്ലാതെയാക്കി, വോട്ടർ പട്ടികയിൽ കൃത്രിമുണ്ടാക്കി നാടിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അവകാശ സംരക്ഷണ യാത്ര ബീഹാറിൽ നടക്കുന്നത്. ജനലക്ഷങ്ങളെ അണിനിരത്തുന്ന ഈ ഒരു യാത്ര സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഭൂതാവേശിതരായി കൃത്രിമ തെളിവുകൾ ആരണ്ടൊക്കെ വഴി കിടന്ന് ആരെയോ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ PCC ഓഫീസ് വരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ഗുണ്ടായുസത്തിലേക്ക് സംഘപരിവാർ മാറിയതിൻ്റെ കാരണം ഇവർ ആശങ്കാകുലരാണ്, ഇവർ ഭയപ്പാടിലാണ് എന്നുള്ളത് തന്നെയാണ്.